ഒരു 5 സെന്റ് സ്ഥലത്ത് മാത്രം ഒരു ഭൂമി വെച്ച് ജീവിച്ചവന്, ഒരു കുടിൽ കെട്ടി ജീവിച്ചവന് 1 ഏക്കർ സ്ഥലം കിട്ടിയതുകൊണ്ടായില്ല. അവൻ ആ 5 സെന്റിലെ ജീവിതം ജീവിക്കാനേ അവൻ ശ്രമിക്കുകയുള്ളൂ. അവന് ഈ 1 ഏക്കർ സ്ഥലം നിങ്ങൾക്ക് വെറുതെ തരാമെന്നൊരു വ്യക്തി പറഞ്ഞാൽ പോലും അവന്റെ മനസ്സിലൊരു ഭയമായിരിക്കും. ഞാനിത് കൊണ്ട് എന്ത് കാണിക്കും, എന്ത് ചെയ്യും എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ലോട്ടറി എടുത്താൽ ലോട്ടറി അടിച്ചാൽ ഞാൻ ഇത്രയും കോടി രൂപ എന്ത് ചെയ്യും എന്ന് മനസ്സിൽ ഭയത്തോടു കൂടി ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അത്തരക്കാർക്കൊന്നും പറഞ്ഞിരിക്കുന്ന കാര്യമല്ല. അപ്പോ ഇവിടെ റേക്കിയെ സംബന്ധിച്ച് റേക്കി ഭാഗ്യം തരുന്നതല്ല, ഭാഗ്യം തരും, ഭാഗ്യം കൊണ്ടുവരപ്പെടുന്നതാണ്. അത് യൂണിവേഴ്സായിട്ട് തരുന്നതാണ്. യൂണിവേഴ്സായിട്ട് നിങ്ങൾ കണക്ട് ആയിട്ട് നിന്നാൽ മാത്രമേ അത് സാധ്യമാകുള്ളൂ. അതിനുള്ള ചില പഞ്ചശീല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചശീല തത്വങ്ങൾ നമ്മൾ ആചരിക്കണം. അതിന്റെ ദിനചര്യകളിൽ ഉണ്ടാവുന്ന ഓരോ കാര്യങ്ങളും വളരെ സസൂക്ഷ്മം നമ്മൾ അതിനെ നിരീക്ഷിച്ച് നമ്മൾക്ക് വേണ്ടതിന് വേണ്ടിയുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ഏറ്റവും ഫസ്റ്റ് വേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളെ സ്മരിക്കുകയും നന്ദിയോടെ സ്മരിക്കുകയും അതുപോലെ ഗുരുക്കന്മാരെ സ്മരിക്കുകയും ഒക്കെ നല്ലത് ചെയ്യുകയും നല്ലത് പറയുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെല്ലാം തനിയെ വരും. ഇതെല്ലാം ഒരു നിരീക്ഷണങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും അത് നിങ്ങൾക്ക് ഏതെല്ലാം തരത്തിലാണ് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുന്നതൊക്കെ നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാനും സാധിക്കും. പിന്നെ റേക്കിയിൽ തന്നെ റേക്കി പഠിക്കുമ്പോൾ നമ്മൾക്ക് വേണ്ട ആ തിയറി നമ്മൾ ഫോളോ ചെയ്യുന്നതോടൊപ്പം നമ്മൾ റേക്കി സെൽഫായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം നമ്മൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രാർത്ഥനയും ജപവും ധ്യാനവും അതുപോലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ നമ്മൾക്ക് അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ നമുക്ക് സമ്പത്ത് ആകർഷിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾക്കൊരു ജോലി കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്, അതിന് ചില സിമ്പിളുകളെല്ലാം നമ്മൾ വരച്ച് റേക്കി ബോക്സ് എന്നൊക്കെ പറയും. അത്തരം കാര്യങ്ങളിലൂടെ നമ്മളുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളെ എനർജൈസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മളിലേക്ക് എത്തിച്ചേരും. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ റേക്കി എനർജി ഒരു ബോക്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് അത് റേക്കി ബോക്സിലൂടെ നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് എനർജി കൊടുക്കുമ്പോൾ നമ്മൾ പറയുന്നതിന് പകരം നമ്മളവിടെ ചില സിമ്പിളുകളെല്ലാം ടാപ്പ് ചെയ്തിട്ട് അതിനകത്ത് പ്രോഗ്രാം ചെയ്തിട്ടാണ് വെക്കുന്നത്. അതെല്ലാം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് പറഞ്ഞാൽ ആകർഷണ നിയമത്തിൽ പറയുന്ന പോലെ നമ്മൾ എന്താണോ കൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത്, എന്താണോ നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിരന്തരമായിട്ട് നിങ്ങൾ ഒരു സംഗതിയെപ്പറ്റി ചിന്തിക്കുന്നു, സ്വപ്നം കാണുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അത് വന്നു ചേരും. അത് നല്ലതായാലും കെട്ടതായാലും വന്നു ചേരുന്നത് തന്നെയാണ്. പക്ഷേ നിങ്ങൾ എപ്പോഴും ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾ നല്ലത് ചിന്തിക്കുമ്പോഴും നല്ലത് പറയുമ്പോഴും നല്ലത് പ്രവർത്തിക്കുമ്പോഴും അതിൻ്റെ ആ സത്ത നിങ്ങളിലേക്ക് കൂടുതൽ വരികയും അതനുസരിച്ച് നിങ്ങളിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. റേക്കി പഠിച്ചതുകൊണ്ട് മാത്രമാവില്ല, അത് നമ്മൾ കൃത്യമായിട്ട് അതിനെ ഫോളോ ചെയ്യുകയും അതിനെ പ്രാക്ടീസ് ചെയ്യുകയും ഒക്കെ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് അതിൻ്റെ നല്ല റിസൾട്ടും ഈ പറഞ്ഞ മാതിരി നമ്മൾക്ക് ഭാഗ്യത്തെ ഉണ്ടാക്കി എടുക്കാനും സാധിക്കുകയുള്ളൂ.